ഹായ് ഹലോ അമ്നു വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട അവിയലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ മുട്ട പുഴുങ്ങാനായിട്ട് എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതൊരു കുക്കർ എടുക്കുക. അതിലേക്ക് നമുക്ക് ഒരു അര ഭാഗത്തോളം വെള്ളം, അതായത് നമ്മുടെ മുട്ട മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിതിപ്പോൾ ഈ കുക്കറിൽ ഒരു അര ഭാഗത്തോളം ഏകദേശം വെള്ളം എടുത്തിട്ടുണ്ട്. ചെറിയ കുക്കറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി മുട്ട എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് മുങ്ങി കിടപ്പുണ്ട് ഇതിനകത്ത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇവിടെ അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരമുറി തേങ്ങയുടെ പകുതി കേട്ടോ. 4 മുട്ടയ്ക്കാണെങ്കിൽ അരമുറി തേങ്ങയുടെ പകുതി. നമ്മൾ എടുക്കുന്ന മുട്ടയുടെ എണ്ണം അനുസരിച്ചായിരിക്കും നമ്മൾ ചേർക്കുന്ന തേങ്ങയുടെയും അളവ്. ഞാനിവിടെ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ജീരകമാണ് കേട്ടോ. നമുക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ജീരകമാണ്. ജീരകം ഒരു നുള്ളു ജീരകത്തെ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. 1 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഇനി നമുക്ക് വേണ്ടത് വാളൻപുളിയാണ്. വാളൻപുളി ദേ ഒരു പിഞ്ച്, കണ്ടോ, ഇത്ര മാത്രം മതിയാകും വാളൻപുളി. അടുത്തായിട്ട് വേണ്ടത് 1/2 ടീസ്പൂണോളം മുളക് പൊടിയാണ്, സാധാ മുളക് പൊടി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയ ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ അവിയലിന് ഉണ്ടാക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് അരഞ്ഞാൽ മാത്രം പോരാ, നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം. ഇനി നമുക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ ചീനച്ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു മുരിങ്ങക്കായ, അതുപോലെ ഒരു തക്കാളി, പിന്നെ വേണ്ടത് 2 പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവ് അനുസരിച്ച്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു തക്കാളി ഉണ്ട്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് പച്ചമുളകാണ്. 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് മുരിങ്ങക്കായാണ്. മുരിങ്ങയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം 2ആയിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മുട്ടയുടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചൂടുവെള്ളം ഫുള്ളായിട്ട് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചാൽ പെട്ടെന്ന് മുട്ട തൊലി പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. 3 മിനിറ്റിന് ശേഷം നമ്മുടെ ആ ഒരു ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ആ മുരിങ്ങക്കായും അതുപോലെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇനി ഈ ഒരു ഗ്രേവി ഒന്ന് കുറുകി വരണം. ആ ഒരു മുരിങ്ങക്കായും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് വറ്റിപ്പോവും, പക്ഷേ മുരിങ്ങക്കായും തക്കാളിയും വേവത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. കണ്ടോ, ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കീറിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇത് 2ആയിട്ട് കട്ട് ചെയ്യുകയോ 4ആയിട്ട് കട്ട് ചെയ്യുകയോ നെടുകെ മുറിക്കുകയോ എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം.
ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. 4ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് അവിയലാണല്ലോ, അപ്പോൾ അവിയലിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2ആയിട്ട് മുറിക്കാം, അല്ലെങ്കിൽ നെടുകെ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിടാം. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. നമുക്കിനി ഇത് നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഇട്ടതിന് ശേഷം നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് നിൽക്കരുത്. എന്ന് വെച്ചാൽ മുട്ട ഉടഞ്ഞു പോകും കേട്ടോ. മുട്ടയുടെ മഞ്ഞയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് മിക്സായി പോകും, പിന്നെ നമ്മൾ ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ എണ്ണ ഒഴിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ കറിവേപ്പില ഇല്ല, കഴിഞ്ഞു. അപ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് വാങ്ങിക്കാനും പറ്റത്തില്ലല്ലോ, ഷോപ്പിൽ പോകുമ്പോഴൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരുപാടിട്ട് ഇളക്കാനായിട്ട് പാടില്ല കേട്ടോ, അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് മഞ്ഞയും വെള്ളയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ആ ഒരു ഗ്രേവി അതിലേക്കൊന്ന് ആകത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് ഇത്ര വെള്ളം ബാക്കി നമുക്ക് ഇതിൽ ഇച്ചിരി വെള്ളമുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്കിതിനെ മൂടി വെച്ച് 1 മിനിറ്റ് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവിയൊക്കെ നന്നായിട്ട് മുട്ടയിലേക്ക് പിടിച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി ഇച്ചിരി വെള്ളം മാത്രമേ ഉള്ളൂ വറ്റാനായിട്ട്. അപ്പോൾ അത് നമുക്ക് വറ്റിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ ഗ്രേവി ഒന്ന് തിക്കായി വന്നോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മുട്ട അവരോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ മുട്ട അവയിലൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് വഴി എന്നെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.